സ്റ്റാർ വ്യൂവർ ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീട്ടിൽ തുളസി നടുന്നത് പല രീതിയിൽ ഗുണം ചെയ്യും. എന്നാൽ കൃത്യമായ ഗുണങ്ങൾക്കായി തുളസി ശരിയായ രീതിയിൽ നടേണ്ടതാണ്. ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ പ്രതീകമായാണ് ഹിന്ദു വിശ്വാസികൾ തുളസിയെ കാണുന്നത്. മഹാലക്ഷ്മിയുടെ നാലാമത്തെ അവതാരമായാണ് തുളസി ചെടിയെ കരുതുന്നത്. തുളസിച്ചെടി നന്നാവാതെ വരുന്നത് ആ വീട്ടിലെ താമസക്കാർക്കുള്ള മുജ്ജന്മ പാപശാപം നിമിത്തമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല, മരുന്നായും തുളസി ഉപയോഗിക്കപ്പെടുന്നു. തുളസി നെഗറ്റീവ് ഊർജം അകറ്റാനും ചുറ്റുപാടും ശുദ്ധമാക്കുവാനും സഹായിക്കുന്നു. പല രോഗങ്ങളും ഇതുമൂലം അകലുന്നു. തുളസിച്ചെടി നടുന്നതിന് പ്രത്യേക സ്ഥാനമുണ്ട്. ശരിയായ സ്ഥാനം മനസ്സിലാക്കിയാൽ വാസ്തുദോഷം അകന്നുപോകും. കിഴക്ക് ദിശയിൽ വീട്ടിൽ തുളസി നടുന്നത് ഗുണം ചെയ്യും. വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നടുന്നത് നല്ലതാണ്. വീടുകളിൽ ഇപ്രകാരം തുളസി നടുന്നത് താമസക്കാർക്ക് അഭിവൃദ്ധി, സാമ്പത്തിക ലാഭം, ജീവിത വിജയം എന്നിവ കൊണ്ടുവരും. തുളസി ഒരിക്കലും തെക്ക് ഭാഗത്ത് നടരുത്. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അനാവശ്യ ചിലവുകൾ ഏറിവരും. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട സസ്യമാണ് തുളസി. ആത്മീയതയ്ക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാനും തുളസി ഉപകാരപ്രദമാണ്. തുളസി വീടുകളിൽ ഒറ്റ അക്കത്തിൽ, അതായത് 1, 3, 5 എന്ന ക്രമത്തിൽ നടണം. തുളസിത്തറ പണ്ടു മുതൽക്കേ വീടുകളിൽ നിർമ്മിച്ചിരുന്നു. മുല്ലത്തറയുടെ സ്ഥാനവും അളവും തന്നെ ആയിരിക്കണം തുളസിത്തറയ്ക്കും. ഗൃഹാങ്കണത്തിൽ തന്നെ തുളസിത്തറ നിർമ്മിക്കുക. തുളസിത്തറയുടെ ഉയരം വീടിൻ്റെ തറയുടെ ഉയരമോ അതിൽ കുറവോ ആകാം. പക്ഷേ ഒരിക്കലും തറയുടെ ഉയരത്തേക്കാൾ കൂടരുത്. തുളസിപ്പൂ, തുളസിമാല എന്നിവ ചാർത്തിയാൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ കുറയുമെന്ന് കരുതപ്പെടുന്നു. ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കും തുളസി പ്രതിവിധിയാണ്. തുളസി നീര് ദഹനത്തിന് അത്യുത്തമമാണ്. തുളസിക്കതിർ ചെവിയുടെ പിറകിൽ വച്ചാൽ ബുദ്ധിക്ക് ഉണർവ് ലഭിക്കും. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തുളസി നടുന്നതിൻ്റെ പ്രസക്തി മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.